ഹലോ എവ്രി വൺ, ഇറ്റ്സ് മിലിച്ചസ് കൊച്ചിക്കാരി ചായത്തി. അപ്പൊ ഇന്ന് നമ്മള് രാവിലെ അല്ല, ഒരു രാവിലെ 11 കഴിഞ്ഞ് 12 മണിയാകുമ്പോൾ പോണ്. നമ്മളിതേ ഇന്ന് ടീ പ്രാക്ടീസിങ് ഡേ ആണ്. അപ്പൊ ഇന്ന് നമ്മള് ടീ എടുക്കാനായിട്ട് പഠിക്കാൻ പോവാണ്. എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ എനിക്ക് ടീ എടുക്കാൻ ഭയങ്കര പേടിയാ. ബിക്കോസ് ഇതിനുള്ള പ്രീവിയസ് ക്ലാസ്സിലൊക്കെ ഞാൻ കമ്പികളൊക്കെ തട്ടി താഴെ ഇട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടിട്ട് എനിക്ക് റോഡ് പ്രാക്ടീസിനേക്കാളും കുറച്ചും കൂടെ പേടിയുള്ളത് ടീ എടുക്കാനാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഇന്നിപ്പോ കൊച്ചിയിൽ ഇന്നിപ്പോ രാവിലെ നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ടിട്ട് ഇവിടെയൊക്കെ മൊത്തം നമ്മള് പോകുന്ന റൂട്ട് കംപ്ലീറ്റ് ചെളിയൊക്കെ ആയി, ആകെ എന്താ പറയാ കുണ്ടും കുടിയൊക്കെ ആയിട്ട് വെള്ളമൊക്കെ നിറഞ്ഞു കിടക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇതാണ് കുറച്ചും കൂടെ എളുപ്പമായതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ റൂട്ട് വരുന്നത് കേട്ടോ. നല്ല പാട് നമ്മള് റോക്ക് പ്രാക്ടീസിങ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മൊത്തം പാടം ഏരിയ ആണ്. അപ്പൊ നല്ല രസമാണ് കാണാനായിട്ടാ ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം കേട്ടാ. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മോർണിംഗ് ഒരു 7 മണി ടു വൈകിട്ട് ഒരു 5 മണി വരെയൊക്കെയാണ് നമുക്ക് ക്ലാസ് ഉള്ളത്. ഇന്നിപ്പോ നമ്മൾ സാധാരണ പ്രാക്ടീസ് ചെയ്യുന്നിടത്തല്ല കേട്ടോ, ഇന്ന് നമ്മൾ റോഡ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്താണ് ഇന്ന് നമുക്ക് ടീ എടുക്കാനായിട്ട് പഠിപ്പിക്കുന്നത്. കണ്ടോ, നിങ്ങൾ കണ്ടേ, ഇത് നോക്ക, ഈ സൈഡ് നോക്കുക, കണ്ടാ ഞാൻ പറഞ്ഞു നല്ല രസമല്ലേ കാണാനായിട്ട്. അത് സീനില്ല, ഞാൻ ഇല്ല, ഞാൻ പയ്യെ കൊണ്ടുപോകുള്ളൂ. വണ്ടി പോലും അറിയാത്ത രീതിയിലാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അവര് കുടുങ്ങി ഇല്ല ഇവിടെ. യെസ് ഗൈസ്, അവർ വ്ലോഗ് ചെയ്യുകയാണ്. ആൻഡ് ഇവിടെ ഇതിനു മുമ്പ് നമ്മളിവിടെ വ്ലോഗ് ചെയ്തിട്ടുണ്ടല്ലേ തോന്നണേ. ഇവിടെ ഇല്ല, ആ റോഡിലെന്നോ തോന്നണം. ഒട്ടും ചെളിയില്ലാത്ത റോഡായതുകൊണ്ടേ സീനില്ല. നമ്മളെന്തായാലും ഇന്ന് വണ്ടി കഴുകേണ്ടി വരും. വണ്ടി മൊത്തം ചെടിയായിട്ടുണ്ട്. നേരെ നമ്മുടെ സ്പീഡിൽ പോയേ ബ്രേക്ക് പിടിച്ചേ എന്നിട്ട് കറക്ക്. അതെ, ഇനി ഞാൻ അടുത്ത പ്രാവശ്യം ഇനി എന്റെ അടുത്ത് വണ്ടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മേ ബി ചെയ്യുമായിരിക്കും കേട്ടോ. ഡ്രിഫ്റ്റായ സ്ഥലം പാടൊക്കെ ഉണ്ട്. പൊടി പറന്നില്ല, കാരണം എന്താ മഴ പെയ്ത് നനഞ്ഞടക്കുമല്ലേ, പിന്നെ എങ്ങനെ പൊടി പാടാനാണ് പറക്കാന്. ബസ് കാണാനില്ല. ബസ് എവിടെ ട്രെയിലറൊക്കെ ഇട്ടേക്കുന്ന സ്ഥലമില്ല, അവിടെ എന്തോട്ടേന്ന് പറഞ്ഞ ആയില്ല. നമ്മുടെ ബസ് അവിടെ കിടന്നു. ഇവിടെ ഒട്ടുമിക്ക ആളുകളും ഇവിടെ തന്നെയാണ് മറ്റേ റോഡ് പ്രാക്ടീസിങ്ങിന്റെ ചെയ്യാൻ പഠിപ്പിക്കുന്നത് ഇവിടെ തന്നെയാണ്. കാരണം ഇവിടെ ഒരു എന്താ പറയാ വണ്ടികളും ഇല്ല, അങ്ങനെ പ്ലെയിൻ ആയിട്ട് നടക്കുന്ന റോഡാണ്. സോ നമുക്കൊന്ന് പറത്തി നോക്കിയാലോ. എന്റെ വണ്ടി ഇവിടെ കിടക്കുന്നു. പയ്യെ പ്രായമുള്ള വണ്ടിയാണ്. വണ്ടി പോയി. അയ്യോ, വണ്ടി പോയി. വണ്ടി ഓഫായി. കേറണോ അല്ലെങ്കിൽ അടുത്ത ട്രിപ്പിന് കയറാം അല്ലേ? ഓൾറെഡി പിള്ളേരുണ്ട്. ടീ എടുക്കാന്ന് വിചാരിച്ചു തന്നതാണ്. കാരണം എന്താണ്, ബസ് ടെസ്റ്റിന് കയറ്റിയിട്ട് നമുക്ക് 3 ആഴ്ച നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ലേ. അപ്പൊ അതുകൊണ്ടിട്ട് ആ ടച്ചൊക്കെ വിട്ടു പോയിട്ടുണ്ടാകും. ഒന്ന് കയ്യിലൊക്കെ ഇട്ടിട്ടാണ് എനിക്ക് റോട്ടിൽ പറത്ത്.
കിട്ടില്ല ആംബിയൻസ്. ആണാ ആണാ സത്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നല്ല വെതറാണ്, ക്ലൈമറ്റ് വേണ്ട മഴ വേണ്ട, മഴ പെയ്ത ഇന്ന് ബ്ലോഗ് നടക്കൂല. എല്ലാരും ഇവിടെ തന്നെയാണ്. എന്റെ വണ്ടി ആയിരുന്നു കഴുകണ്ടി ഒരു സീനുമില്ല മോനെ, നീയാണിപ്പൊ കൊണ്ടുപോയിച്ചെങ്കണ്ടല്ലോ ഇതില് മൊത്തം ചെളിയാണ്. ഞാൻ പയ്യാണ് പോയത്. 20-ന് മേലെ വണ്ടി കയറിയിരുന്നാ നിനക്ക് സംശയം കഴിയുന്ന നീയാ ഓടിച്ചു. അപ്പൊ നീ കഴിക്കാതെ ഒരു സീനുള്ളൂ, നീ നോക്കത്. ഓക്കെ ഇതൊക്കെ നമ്മൾ ഓടിച്ചോണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ അന്നേരം ഞാൻ സത്യം വിചാരിച്ചത് എന്താണ് കാർ ഓടിക്കാൻ പഠിച്ച സമയത്ത് എച്ചെടുത്തപ്പോഴത്തേക്കും ഏറ്റവും ബുദ്ധിമുട്ട് ഇതാണ്. ഇപ്പൊ വണ്ടി കയ്യിലായപ്പോഴത്തേക്കും ഇത് നേരെ പഴം പോലെ നമ്മൾ ഓടിക്കുന്നു. ബസ് ഇപ്പോൾ ഓടിക്കാൻ പറഞ്ഞാൽ എന്ത് പാടാണ്. ഇവരെങ്ങനെയാണ് ഈ ബസ് ഓടിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ഈ വണ്ടി ഓടിക്കണത്, എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യണത്. കാരണം കാറ് പോലെ അല്ലല്ലോ, കുറച്ച് നീട്ടം ഉണ്ടല്ലോ, വീതി കൂടുതലായത് കൊണ്ടിട്ട് നമുക്കൊരു ടെൻഷനാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് എന്ത് ടഫാണ്. പക്ഷെ ഇതും നമ്മൾ പഠിച്ച് പഴം പോലെ കഴിയുമ്പോ ഇത് ഭയങ്കര എളുപ്പമെന്ന് തോന്നുന്നു. ഇത് നമ്മൾ അടുത്തത് എടുക്കാൻ പോണേന്നാണ് ട്രെയിലർ. അടുത്ത നമ്മള് ട്രെയിലർ. എനിക്ക് പക്ഷെ വലിയ വണ്ടി ഓടിക്കണ ഇഷ്ടം. വലിയ വണ്ടി ഓടിക്കുന്ന ഫീല് വേറെ തന്നെയാണ്. നമ്മളൊരു ആനയുടെ പുറത്തിരിക്കുന്ന ഒരു ഫീലാണ് സത്യത്തിൽ. ഇങ്ങനെ ഇളകി ഫ്രണ്ടിലിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും അത്. പക്ഷെ ഒന്ന് വളഞ്ഞു വരണ്ട. ഇനി അവിടെ പോയി കറങ്ങി ഇവിടെ വന്നാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് ഗ്രൂപ്പിലിട്ടേക്കണത് ഇവിടെ നമ്മളെ തീ എടുക്കാൻ പഠിപ്പിക്കണം എന്നുള്ള വന്നത് ഗ്രൂപ്പിലിട്ടേച്ചത്. ഞാൻ അതുകൊണ്ടിട്ടാണ് രക്ഷപ്പെട്ട് ഇന്നെങ്കിലും എടുക്കാലോ എന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. ഇന്നെങ്കിലും എനിക്ക് കമ്പികൾ തട്ടി താഴെ ഇടാതെ എങ്കിലും എടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് ഇങ്ങോട്ട് കുഴപ്പമില്ലല്ലേ, പക്ഷെ കമ്പി തട്ടിയ വൈറലാക്കും. എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ വൈറലാക്കും. എനിക്ക് വേണ്ടത് കണ്ടന്റ് ആണ്, നാട്ടുകാർക്ക് വേണ്ടതും കണ്ടന്റ് ആണ്. എനിക്ക് ഞാനേ പഠിച്ചോണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ചിലപ്പോ കമ്പി തട്ടി താഴെ ഇട്ടെന്ന് വരും. അതൊരു വിഷയമേ അല്ല. പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എടാ നിക്കില്ലേ, വണ്ടിയാകുമ്പോ തട്ടേ മുട്ടേ ഇതൊക്കെ ചെയ്യും. അതെനിക്കറിയാം, സ്വാഭാവികം. പിന്നെ ഇന്ന് വേറെ സിനിമണ്ടായി നമ്മുടെ ഗീതാഞ്ജലി, വേറെ കട്ട് ചെയ്തോ, ഗീതാഞ്ജലിയില് മറ്റേ ടിപ്പറും ഓട്ടോറിക്ഷയും കൂടെ ഇടിച്ചിട്ടില്ലേ, ടിപ്പർ ഇങ്ങനെ മറിഞ്ഞു കിടക്കണം. ഞങ്ങൾ രാവിലെ അമ്മേനെ ഓഫീസിൽ കൊണ്ടാക്കാൻ പോയപ്പോ കണ്ടത്. അപ്പൊ ഞാൻ തിരിച്ചു വന്നപ്പോ ഞാൻ കുറെ ചേട്ടന്മാര് കൂടിയിട്ടുണ്ടായി. അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചേട്ടാ ആർക്കെങ്കിലും എന്ത് വണ്ടിയുടെ അല്ല നമുക്ക് പക്ഷെ കൈവൊക്കെ കണ്ടിട്ട് ആകെ ഒരാൾ മാത്രമുള്ള വണ്ടി ഓടിക്കാൻ. ഇന്ന് എല്ലാരും ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്നലെ നമ്മൾ നോർമലി തീ എടുക്കുന്ന സ്ഥലത്ത് എന്തോ പരിപാടി നടക്കുന്നുണ്ടിട്ടാണ് ഇന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയത്. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ടിട്ടായിരിക്കും ആരും തന്നെ വന്നിട്ടില്ല. ഇപ്പൊ ഞങ്ങൾക്ക് തിങ്കളാഴ്ച പലിശ പണ്ടി വരും. എന്റെ പോക്കറ്റ് 10 പൈസ ഇല്ല. അടുത്തത് പാട് എന്തുപാടാ, ലോണൊക്കെ മുടങ്ങിയിരിക്കണേണ്. വരട്ടെ ആൾക്കാര്. എന്നിട്ട് ഞാൻ ചോദിച്ചായിരുന്നു ആ ചേട്ടനോട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാന്ന് വെച്ചാൽ പറഞ്ഞേ ഇല്ല, ആൾക്കാർക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് ഓർത്തപ്പോ എനിക്ക് കുറച്ച് സമാധാനം. വണ്ടിയൊക്കെ തട്ടേ മുട്ടയും ചെയ്താലാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കേ, വണ്ടി ആക്സിഡന്റ് ആയ അതുമൂലം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് ജീവിക്കണ്ടേ, അതിൽ വർക്ക് ചെയ്യണ ആൾക്കാർക്ക് ജീവിക്കണ്ടേ. ഇതെല്ലാം ഒരു ചെയിനാണ്, എല്ലാം ഒരു പണ്ടത്തെ രാജഭരണം ന്യൂ ജനറേഷനിലേക്ക് ആയി നിൽക്കുന്നു. കിട്ടില്ല വണ്ടി. എന്റെ അമ്മോ. K64 അങ്കമാലി ചാലക്കുടി രജിസ്ട്രേഷൻ. അങ്കമാലി L63. ഇനിയൊന്നുമില്ല പറയാനായിട്ട്. ഇനി നമുക്ക് ബാക്കി ബസ്സിൽ കയറിയിട്ട് പറയണം. മുടിയൊക്കെ ഷോ പോയി ആണോ, സെറ്റ് ആക്കണം എല്ലാം. കുറച്ച് നാള് ഡൗൺ ആയിരുന്നു, ഞാനേ ഡൗൺ ആയിരുന്നു. പിന്നെ എന്റെ മുടി ഡൗൺ ആയില്ല. പക്ഷെ എനിക്കിപ്പോ സങ്കടമാണ്. ട്രോൾ ചെയ്യാൻ ആരും വന്നില്ല. ട്രോളൊക്കെ വേണം ലിൻസി, എന്നാലേ ഇതിൽ നിക്കാൻ പറ്റുള്ളൂ. അവർക്കും കഞ്ഞി കുടിക്കണ്ടേ, എല്ലാവർക്കും കഞ്ഞി കുടിക്കണം. കുറ്റം പറഞ്ഞ് ജീവിക്കണം, കള്ളം പറഞ്ഞ് ജീവിക്കണം, മലയാളികളെ പണ്ടനാക്കി ജീവിക്കണം. ലിൻസി ഇതൊന്നും പോരാ. നമ്മള് വരണ്ട, നമ്മളല്ലേ ന്യൂസ് ചാനലിലൊക്കെ വരണം. അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രൊമോഷൻ. നീ ന്യൂസ് ചാനലിൽ വരാനുള്ള രീതിയിലുള്ള പരിപാടിയൊക്കെ ചെയ്യും. ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മളിപ്പോ ഈ ഒരു ഫീൽഡ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. പിന്നെ എല്ലാ ദിവസം അച്ഛൻ ന്യൂസ് നോക്കുമ്പോ, ഞാൻ ന്യൂസ് നോക്കാറില്ല, പക്ഷെ അച്ഛൻ വെക്കണോണ്ട് കാണണേ എനിക്ക് ന്യൂസ് കാണാൻ മനസ്സിലാവും എന്ത് പ്രൊമോഷനാണ്. അത് മാത്രല്ലടാ, സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങൾ കാണുമ്പോ
ഞാൻ ചിന്തിക്കാറുണ്ട് പാവം മലയാളികള് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇല്ലേ, പുറത്തിറങ്ങാത്ത അമ്മമാരുണ്ട്, പിന്നെ അച്ഛന്മാരുണ്ട്, അവരൊക്കെ ന്യൂസ് കാണുമ്പോ ന്യൂസിലുള്ളത് വിശ്വസിക്കുള്ളൂ. സത്യത്തില് ഞാൻ അവര് പാവങ്ങൾ തന്നെ. നമ്മുടെ വീടിന്റെ അവിടെ ഒരാള് അമ്മേനെ കൊന്ന് കുഴിച്ചുകൂടി എന്നും പറഞ്ഞ് ന്യൂസ് വന്നു. പക്ഷെ അതല്ലെന്ന് തെളിഞ്ഞു. ന്യൂസുകാരത് മാറ്റി തിരുത്തി ഇട്ട. നമ്മള് നാട്ടില് മൊത്തം അയാൾക്ക് ഒരു പേരും കൊടുത്തു. അയാൾ കള്ളുകൂടിയനാണ്. അയാൾക്ക് എന്തൊക്കെ പേര് കൊടുത്തിട്ടുണ്ടാവും. സർക്കാർ വെക്കണ കള്ളല്ലേ. വേടനെ തൊട്ടാ നമ്മള് വേറില്ലാവും. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വേടനെ പിടിച്ചാൽ മതി. വേടനെ പിടിച്ചതിനെ നമ്മളും കേറും. പിന്നെ പുള്ളിയുടെ വാക്കുകളോ, കാരണം പുള്ളി പറയുന്ന പല കാര്യങ്ങളും, അത് പുള്ളി പറയുന്ന ഓരോ വാക്കുകളും നമ്മള് ആ പാട്ട് നമ്മൾ ഇരുത്തിയിരുന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പുള്ളി എന്താണ് പറയുന്നത്, എന്താ ഉദ്ദേശിക്കണത്. എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് എനിക്കത് മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ടിട്ട് നമുക്കത് മനസ്സിലാവും പുള്ളി എന്താണ് ആൾക്കാരിലേക്ക് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അതങ്ങനെ മനസ്സിലാവുന്ന പിള്ളേരുണ്ട്, അതുകൊണ്ടിട്ടായിരിക്കും മേ ബി പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ പുള്ളി ഇപ്പൊ ഒരു ചെറിയ മണിച്ചേട്ടൻ തന്നെയാണ്. മിനി മണിച്ചേട്ടൻ. പക്ഷെ ഒരു ടൈമിൽ ഇങ്ങനെ പൊക്കി അങ്ങ് നിർത്തും, അത് കഴിയുമ്പോ ഒന്ന് താത്തും. പിന്നെന്താന്നറിയോ ലിൻസി, നീയായി പോലുല്ലേ നാളെ നീ മരിച്ചു കഴിഞ്ഞാലാണ് നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നല്ലതാന്നൊക്കെ പറയുള്ളൂ. അതാണ് നമ്മുടെ ലോകം. ജീവിച്ചിരിക്കുമ്പോ നല്ലത് പറയൂല, പറയൂല ആൾക്കാര് നല്ലത് പറയും. പിന്നെന്താ, നിനക്കിപ്പ ചെയ്യാൻ പറ്റുന്ന നീ ചെയ്യാ. ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും? നാളെ നീ കണ്ണടച്ച് കിടന്നു പറഞ്ഞാൽ എഴുന്നേറ്റാലും എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുള്ളൂ. ശരിയാണ്. ഞാൻ നാളത്തെ പറ്റിയിട്ട് ഇത്രയും നാളും ഞാൻ നാളെ പറ്റി ചിന്തി ആകുലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ 100-110 അവരുടെയൊക്കെ ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കിയേ. കാലില്ലാത്തോണ്ട് പുള്ളിക്ക് എന്തൊക്കെ പണി ചെയ്യാൻ പറ്റണില്ല പുള്ളിക്ക്. പക്ഷെ ആ പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ അറിയായിരിക്കും. പക്ഷെ അതല്ലാത്തോണ്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റണില്ല. ഓരോരുത്തർക്കും ഓരോ അവസ്ഥയാണ് ജിൻസി. അല്ല, ഞാൻ ഈ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോ ആൾക്കാർ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കണതും വെള്ളമൊക്കെ വിൽക്കുന്ന ആൾക്കാരെ ഞാൻ അവരെയൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഓരോ ആൾക്കാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് അന്നുള്ള മാങ്ങ വീണതാണ് കണ്ടത്. അന്നുള്ള കാര്യം, യെസ് ഗൈസ്, അന്നുള്ള കാര്യങ്ങൾ നിറവേറി കൊണ്ടുപോകുന്നത് എന്തെല്ലാം പണികൾ ചെയ്തിട്ടുള്ള നമ്മുടെ ബസ് വന്നിട്ട് നമുക്കിനി അങ്ങോട്ട് പോകാം. കാശിന് വേണ്ടി എല്ലാരും പണിയെടുക്കണത്. കാശുണ്ടെങ്കിലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങോട്ട് പോകാം. റീൽസ് സൈസിന്ന് എനിക്ക് ഈ ക്യാമറ ഒന്ന് തിരിച്ചു പിടിച്ചപ്പോ കിട്ടണ ഒരു സുഖമില്ലേ, അടിപൊളിയാണ്. ഈ റീലൊക്കെ നിർത്തട്ടെ ലെൻസ്. ഈ റീലൊക്കെ ഷോക്കും. ഈ ഷോർട്ടാക്കി പറയാൻ നേരത്ത് ആൾക്കാരും മടിയന്മാരും. എനിക്ക് റീല് ഷൂട്ട് ചെയ്ത് മതിയായി. എനിക്ക് ക്യാമറ എനിക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യണതാണ് ഇഷ്ടം. കാറിന്റെ ആക്കുമല്ലോ ഇത് വെക്കണ്ട. ഞാനിന്ന് ഇവിടെ കമ്പിയൊക്കെ ഞാനിന്ന് ഇവിടെ കമ്പി തട്ടുന്ന വീഡിയോ ഒക്കെ ഇട്ട് വൈറലാക്കാന്നൊക്കെ വരച്ച് വന്നതാണ്. അപ്പൊ ആ കണ്ടന്റ് ക്ലോസ് ആയി. വണ്ടി എടുത്തു കഴിഞ്ഞാലേ മാറ്റിയില്ല. ആദ്യം പേരുടെ വില മാറ്റി. കറക്റ്റാണ്
ഇങ്ങോട്ട് ഒച്ച പാടില്ല. ഗിയറിൽ പിടി. അങ്ങനെ ഇട്ടില്ലേ? അർത്ഥം ഇട്ട് എന്നിട്ട് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഗിയർ തരണം. അപ്പൊ സൗണ്ട് വരില്ല. ഇട്ട് എടുത്ത് വണ്ടി എടുത്ത് നമ്മൾ ഇത് എടുത്ത് അടുത്ത ഗിയർ ന്യൂട്രാക്കിയിട്ട് അങ്ങനെ ഇടണം. അല്ലാണ്ട് കാറിന് ഇടുന്ന പോലെ തന്നെ മാറ്റി മാറ്റി ഇട്ടോളണം. അധികം ബലം പിടിക്കണ്ട. എന്തായാലും സ്കെച്ചാണ്.
സൈഡിലോട്ട്. തമ്മിൽ ഇതിട്ടോ ആശാൻ പറഞ്ഞു. ഞാൻ വേണ്ട. ഗൈസ്, അപ്പൊ നമ്മള് റോഡ് പ്രാക്ടീസിന് കഴിഞ്ഞു. ഇന്ന് എനിക്ക് കുറച്ച് വഴക്ക് കേട്ടായിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ കുറച്ച് അടിപൊളിയായിട്ട് എടുത്തായിരുന്നു. റോഡ് എനിക്ക് വലിയ ഇഷ്യൂ ഇല്ല. പിന്നെ ആശാൻ പറഞ്ഞായിരുന്നു നമുക്കൊരു 3 ആഴ്ച നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ, അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ഗിയർ ഇടുമ്പോഴത്തേക്ക് ആശാൻ ഇവിടെ പറയും എന്താണ് 2 വിരലുകൊണ്ട് ഇട്ടാൽ മതി. എവിടെ എനിക്ക് നല്ലോണം പരം പിടിക്കാതെ ഇടാൻ പറ്റുള്ള. ശരിയാകും, അത് ശരിയാക്കി എടുക്കും. ഇനി നമുക്ക് ശനിയാഴ്ച നമുക്ക് ടീ എടുക്കാനായിട്ടുണ്ട്. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ പേടി. ഇന്ന് നമ്മൾ ടീ എടുക്കാന്നൊക്കെ പറഞ്ഞു വന്നതാ, പക്ഷേ അവിടെ എന്തോ ഗ്രൗണ്ടിൽ എന്തോ പരിപാടി നടക്കുന്നതുകൊണ്ടിട്ട് ഇന്ന് നമുക്ക് റോഡ് പ്രാക്ടീസാണ് ഉണ്ടായത്. നിങ്ങൾക്ക് വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് വീഡിയോ നിങ്ങൾ കണ്ടേ നമുക്ക് മനസ്സിലാവും. അങ്ങനെ കുറേ അച്ഛന്മാരൊക്കെ പറയുന്നത്. അങ്ങനെ ഇന്നലത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് അതിനും പൊളിയാണ്. പട്ടക്കാന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്താണല്ലോ അങ്ങനെ. ഇത് തന്നെയാണ് ഞാൻ കാറിന്റെ ലൈസൻസ് എടുക്കണ സമയത്ത് ഇതൊക്കെ തന്നെയാണ് സെറ്റാക്കും. ഇതൊക്കെ നമ്മളെ ഓടിച്ചോടിച്ച് നമ്മള് സെറ്റാകും. അപ്പൊ എന്തായാലും അടുത്തത് ഇനി നിങ്ങൾ അടുത്ത കാണാൻ പോണത് ടീ എടുക്കാനായിട്ട് പോകുന്നതായിരിക്കും. അത് അടുത്ത വീഡിയോ നമ്മൾ കാണിക്കുന്നിരിക്കും എങ്ങനെയാണ് ടീ എടുക്കുന്നത്. പക്ഷെ എന്നാലും ആദ്യം ഉണ്ടായിരുന്ന വീഡിയോ ഒന്നും അതില്ല. അത് സീരിയസ്ലി ഞാൻ പറയാം, ആദ്യം എനിക്ക് വന്ന സമയത്ത് ഇത്രയും എന്താ പറയാ ഇങ്ങനത്തെ എന്താ വണ്ടങ്കാട്ട വണ്ടിയാ. അങ്ങനെ നീട്ടം ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനത്തെ കാറ് പോലെയല്ലല്ലോ. അപ്പൊ എനിക്ക് ആ വീതി ബസ്സിന്റെ നീട്ടവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് പ്രശ്നമില്ല. ഓടിച്ച് റോഡിൽ ഞാൻ അടിപൊളിയായിട്ട് ഓടിക്കുന്നുണ്ട്. പക്ഷെ ടീ എടുക്കുന്ന സമയത്ത് കുറച്ച് വിഷയമുണ്ട്. അല്ല, അവരൊക്കെ തരുതാ കഴിഞ്ഞിട്ടുള്ള വന്നത്. ടീന്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് ഒരു ചെറിയ കുറച്ച് കോൺഫിഡൻസ് കുറവ് എനിക്ക് അതിൽ മാത്രമേ. കാരണം എനിക്കറിയാൻ പാടുള്ളത് എന്താണ്, കമ്പിയൊക്കെ ഞാൻ 2 പ്രാവശ്യമൊക്കെ തട്ടി താഴെ ഇട്ടായിരുന്നു. അപ്പൊ അതിന് മാത്രമേ എനിക്ക് പേടിയുള്ളൂ. എനിക്ക് ഈ റോഡ് സീനില്ല. റോഡ് വീണൊക്കെ പണ്ടേ സീനില്ലല്ലോ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ടായിരുന്നായിരിക്കും. അതുവരെ ഇന്നിപ്പോ ഇവിടെ എല്ലാ കാറിലെയും വീഡിയോ ഉണ്ട്. ഇന്നിവിടെ ടെസ്റ്റ് നടക്കണാണ് അല്ലേ, മിക്ക ക്ലാസ്സിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ബസ് വളക്കുന്ന സമയത്തൊക്കെ നോക്കി എടുക്കണോട്ടാന്നൊക്കെ ആശ പറയുന്നുണ്ടെങ്കിൽ, കാരണം വീഡിയോ ഉള്ളതുകൊണ്ടേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ചാറ്റപ്പോയി ബസ് നമ്മൾ പണിക്ക് പോണേന് നമ്മ അടുത്തത്. ഓക്കെ ബൈ. ഇതുപോലെ വേറെ ഏതെങ്കിലും ജോലി കിട്ടോ സ്വന്തം ഇഷ്ടത്തിൽ അങ്ങാടും നടക്കാൻ? സത്യം, ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ടിട്ട് ഒറ്റ മനുഷ്യരില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. അതും എന്തുകൊണ്ടിട്ടാണ് എല്ലാരും ജോലിക്ക് പോയതുകൊണ്ടിട്ടാണ്. ഇതാകുമ്പോ എനിക്ക് കുഴപ്പം. ഞാൻ തന്നെ എന്റെ ബോസും ഞാൻ തന്നെ എന്റെ എംപ്ലോയിയും എല്ലാം ഞാൻ തന്നെ. ഇനി എന്താകും എന്തോ നോക്കാം. ഓക്കെ ബൈ.